ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാല ബോണ്ടയാണ്, അതായത് ഉരുളക്കിഴങ്ങ് ബോണ്ട. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. അതിനു വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതും പെരിഞ്ചീരകം ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞ 2 സവോളയാണ് ചേർത്തിരിക്കുന്നത്, 4 പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരുവിധം ഒന്ന് വഴണ്ടി കിട്ടണേ. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഉരുളക്കിഴങ്ങ് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്തതാണ്. അതുകൂടി നമ്മൾ ഇതിലേക്കിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഈ ഉപ്പ് ഉരുളക്കിഴങ്ങിൻ്റെയും സവാളൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിക്ക് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടയേണ്ട ആവശ്യമില്ല, എന്നാലും ഒരുവിധം ഉടഞ്ഞ് കിട്ടണം. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവാള വഴറ്റുന്ന സമയത്തും ഉപ്പിട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന സമയത്തും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ച് നമ്മളൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. വെള്ളം ഒരുപാട് ആവരുത്, കട്ട കെട്ടാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം അധികം ആവരുത്, അധികം ആയിന്ന് വെച്ചാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബോളുകളാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഓരോ ബോൾസുകളായി ഇട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചു കോരാം. എണ്ണയിൽ ഇട്ട ഉടനെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മസാല ബോണ്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.